ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ചുള്ള ചില പ്രവർത്തന രീതിയുണ്ട്. തന്നെയല്ല, ഓരോ വ്യക്തിയുടെയും ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് സന്തോഷത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. ചിലരെ സംബന്ധിച്ച് ഒരു കാര്യം തന്നെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വിചാരങ്ങളും ഈ എനർജി ലെവലും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. ലവ് എനർജി, സെക്സ് എനർജി എന്ന് പറയുന്ന പോലെ കാമത്തിൻ്റെ ഊർജവും അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്തുള്ള വ്യത്യസ്തമായ രീതികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. കാരണം ചില മെത്തേഡുകൾക്ക് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്, അനുഭൂതികളുമുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു വെറൈറ്റി ചെയ്യുന്നത് തന്നെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. മനസ്സ് സന്തോഷത്തിലാണെങ്കിൽ, എനർജറ്റിക് ആണെങ്കിൽ, കളർഫുള്ളാണെങ്കിൽ പലതരത്തിലുള്ള സങ്കല്പങ്ങളും നമ്മൾ ഇതിനകത്ത് കാണും. കാമവികാരത്തിൻ്റെ ഫ്രീക്വൻസിയായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും രീതികൾ വ്യത്യസ്തമാണ്, കഴിവുകൾ വ്യത്യസ്തമാണ്, സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 10 പേരെ എടുത്താൽ 10 തരത്തിലാണ് ഇതേക്കുറിച്ച് ചിന്തിക്കുന്നത്. ഉദാഹരണത്തിന്, നാവ് കൊണ്ടുള്ള ചില രീതികൾ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന ചില എക്സ്പീരിയൻസുകളാണ്. സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് ഈ ഒരു രീതി ചെയ്യിപ്പിക്കുമ്പോൾ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതി ഒരാൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. പങ്കാളിയോട് തോന്നുന്ന കാമപരമായ ആകർഷണം അതിനകത്ത് ഏറ്റവും പ്രധാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധപ്പെടാനുള്ള ഊർജം കിട്ടുന്നത് തന്നെ അതിനകത്തുനിന്നാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് 2 തരത്തിലുള്ള വീക്ഷണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരുടെ കണ്ണിൽ എല്ലാ സുന്ദരിമാരും സെക്സികളല്ല. എന്നാൽ അത്ര വലിയ സൗന്ദര്യമില്ലാത്തവരോട് പോലും ചില സാഹചര്യത്തിൽ കാമപരമായ ആകർഷണം തോന്നാറുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് സ്നേഹത്തിൻ്റെ ഊർജവും കാമത്തിൻ്റെ ഊർജവും 2 ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം നമുക്ക് ഓരോരുത്തരെക്കുറിച്ച് ഓരോ ധാരണയുണ്ട്, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും ഈ കാര്യത്തിനകത്ത് പങ്കാളിയെക്കുറിച്ചൊരു ധാരണയുണ്ട്. എന്നുവെച്ചാൽ അവർ ചെയ്യുന്ന രീതിയെക്കുറിച്ച്, കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ച്. നമുക്ക് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ പെരുമാറുന്ന ആളാണെങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ നമ്മളും പ്രകടിപ്പിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ മെത്തേഡിനകത്ത് താഴേന്ന് മുകളിലേക്ക് എന്ന രീതിയാണല്ലോ സാധാരണയായിട്ടുള്ളത്. എന്നുവെച്ചാൽ നെർവ് എൻഡിങ്സിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് ചില ക്രിയകൾ ചെയ്യുമ്പോൾ ബ്രെയിനിനത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ കാലുകൾക്കും പാദങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം കാലിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ മസിൽസിനും നല്ല രക്തയോട്ടവും റിലാക്സേഷനും കിട്ടിക്കഴിയുമ്പോൾ കാമവികാരത്തിൻ്റെ ഊർജ്ജ കേന്ദ്രം ബ്രെയിനിൽ പെട്ടെന്ന് തുറക്കപ്പെടും. തന്നെയല്ല, ചെയ്യിപ്പിക്കുന്ന ആളിനെ സംബന്ധിച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നൊരു ആകാംക്ഷയും സ്വാഭാവികമായിട്ടും തോന്നും. ഈ സമയത്ത് ബ്രെയിൻ സന്തോഷത്തിൻ്റെ ഹോർമോണായ ഡൊപ്പാമൈനും എൻഡോർഫിനും ഉൽപ്പാദിപ്പിക്കാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മെത്തേഡും ഡയറക്റ്റായിട്ട് വന്നങ്ങ് ചെയ്യുമല്ല. അതിനു മുമ്പേ ക്ഷമയോടെ ആസ്വദിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. മിക്കവാറും ഉള്ള സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ഏതോ ഒരു കാര്യത്തിനകത്ത് ആത്മവിശ്വാസം കുറച്ച് കൂടുതലായിരിക്കും. അവിടെ കൂടുതലായിട്ട് പെരുമാറുമ്പോൾ പോസിറ്റീവായിട്ടുള്ള പല ഹോർമോണുകളും ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പിൻഭാഗത്ത് നല്ല ഷേപ്പുള്ളവരെ സംബന്ധിച്ച് അവിടെ ചില ക്രിയകൾ ചെയ്യുമ്പോൾ മനസ്സ് ഒരു പ്രത്യേക തലത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഇതുപോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഏത് കാര്യവും ഇഷ്ടപ്പെട്ട ആളിനോട് ഷെയർ ചെയ്യാൻ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രത്യേക താല്പര്യമാണ്. ഇതിനകത്ത് തന്നെ 2 രീതി ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർക്കാണെങ്കിൽ എല്ലാം കുറച്ച് ബോൾഡായിട്ട്, കുറച്ച് ഹാർഡായിട്ട് വേണം. അതുകൊണ്ട് തന്നെ ചില ഭാഗത്ത് സ്ട്രോക്ക് കുറച്ച് കൂടുതലായിട്ട് വേണം, കൂടുതൽ സമയവും വേണം. മാറിടത്തിൻ്റെ ഭാഗത്ത് ആത്മവിശ്വാസം കുറച്ച് കൂടുതലുള്ളവരെ സംബന്ധിച്ച് പങ്കാളിയുടെ ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഈ സമയത്ത് ഇവിടെ ചെയ്യുന്ന ചില ക്രിയകൾക്ക് അവരുടെ മൂഡിനെ നന്നായിട്ട് മാറ്റാൻ പറ്റും. ചില സമയത്താണെങ്കിൽ ചില പ്രത്യേക രീതികൾ ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാം മറന്നുള്ള ഒരു മൂഡിലേക്ക് പോകാറുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ ഒരു സംതൃപ്തി കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത വീർപ്പുമുട്ടല. കാരണം ഈ ഊർജം എവിടേക്കോ വന്നിങ്ങനെ നിറഞ്ഞിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു ലൂബ്രിക്കേഷൻ കുറച്ച് കുറവുള്ളവരെ സംബന്ധിച്ച് പല സാഹചര്യത്തിലും ഈ ഒരു മെത്തേഡ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അതുപോലെ വ്യത്യസ്തമായ രീതികൾ പൂർണ്ണ മനസ്സോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പങ്കാളിയോട് ഒരാകർഷണവും ഇഷ്ടവും മാത്രം പോരാ, വിശ്വാസവും വേണം. എന്നുവെച്ചാൽ പങ്കാളി ചെയ്യുന്ന അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ഒരു രീതിയെക്കുറിച്ചും മൂന്നാമതൊരാളോട് പറയാൻ പാടില്ല.
ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് സാധാരണ രീതിയിൽ ചെയ്യുന്നത് പല സാഹചര്യത്തിലും ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ കൂടി പങ്കാളിയെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റും. ഈ സമയം നാം ഉപയോഗിക്കുമ്പം തന്നെ വിരലുകൊണ്ടും ചില ക്രിയകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നെർവ് എൻഡിങ്സ് കൂടുതലുള്ള ഭാഗത്ത് കൺസിസ്റ്റൻ്റായിട്ട് സ്റ്റിമുലേഷൻ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിനിലെ പ്ലഷർ പോയിൻറ്റ്സ് കൂടുതലായിട്ട് ആക്റ്റീവ് ആകും. തന്നെയല്ല, ശരീരത്തിൻ്റെ എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളും രതിമൂർച്ച എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരവസ്ഥയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആരോഗ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഓരോ ദിവസവും ഓരോ മൂഡാണല്ലോ. ചില ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. കാമത്തിൻ്റെ ഊർജം കൂടുതലായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട്. ഈ സമയത്തെ വികാര വിചാരങ്ങളും ചിന്തകളും ഒക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഏത് ദിവസമാണ് ഇങ്ങനെയുള്ള വികാരങ്ങൾ കൂടുതലായിട്ട് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിന് നമ്മുടെ സാഹചര്യവും മനസ്സിൻ്റെ പ്രവർത്തനവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ചില പങ്കാളികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യത്തിനകത്ത് നല്ല ഭാഗ്യമുണ്ട്. എന്നുവെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രി രണ്ട് പേരുടെയും കറക്റ്റ് ആയിരിക്കും. പരസ്പരം നല്ല ആകർഷണമുണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയോടും ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഉള്ള ചിലരെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് ചെയ്യാനുള്ള സാഹചര്യമില്ല. ജോലിയായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പേരും രണ്ട് സ്ഥലത്തായിരിക്കും. ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു മെത്തേഡ് അവർക്ക് പങ്കാളിയായിട്ട് ചെയ്യാൻ അത്ര താല്പര്യം ഉണ്ടാവത്തില്ല. അതിൻ്റെ കാരണം പലതാണ്. കാമത്തിൻ്റെ ഊർജം കുറവുള്ളവരെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പത്തിനകത്തും വ്യത്യാസമുണ്ട്. ചിലർക്കാണെങ്കിൽ നല്ല വികാരമൊക്കെ ഉണ്ട്, പക്ഷേ പങ്കാളിയായിട്ട് ഈ രീതിയിലുള്ള ആകർഷണം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതി പരീക്ഷിക്കാനോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും മെനക്കെടാറില്ല. അപ്പം നല്ല ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പുരുഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കഴിവും സ്ത്രീ പങ്കാളിയുടെ ആകർഷണമാണ്. എന്നുവെച്ചാൽ ഏത് രീതിയിലാണ് അവൻ പങ്കാളിയെ നോക്കിക്കാണുന്നത്, അവരോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ എത്രത്തോളം ഉണ്ട്. എന്നാൽ ചില പുരുഷന്മാരങ്ങനല്ല. അവർക്ക് ഈ ഒരു മെത്തേഡിനോട് വളരെ ഇഷ്ടമാണ്. കാരണം ഫോർപ്ലേ സമയത്ത് നാവ് കൊണ്ട് ചില ക്രിയകൾ ചെയ്യുമ്പോൾ പങ്കാളിയിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അതനുസരിച്ചാണ്. അപ്പോൾ ഏത് രീതിയിലും അവന് പങ്കാളിയെ തൃപ്തിപ്പെടുത്തണം എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. അങ്ങനെ വരുമ്പോൾ പല സമയത്തും സ്വയം നിയന്ത്രിക്കാനുള്ളൊരു ടെൻഡൻസി അവൻ കാണിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ത്രീ പങ്കാളി അവനിൽ കൂടി ഈ ഒരു തൃപ്തി കണ്ടെത്തുമ്പോൾ ഒരു പ്രത്യേക ആത്മവിശ്വാസവും ആനന്ദവും ഒക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കംഫർട്ട് മാത്രം നോക്കിയാൽ പോരാ, ഓപ്പോസിറ്റുള്ള ആളിൻ്റെ ഇമോഷണൽ ഫീലിങ്സ് കൂടെ നമ്മൾ നോക്കണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.